ചിത്രകഥകൾ ഒരുപാട് വായിക്കുമായിരുന്നു. ആ അങ്ങനെ ആ വായിച്ച അതൊക്കെ ഞാൻ പിന്നെ വരയ്ക്കുമായിരുന്നു. മതിലും എല്ലാ സ്ഥലങ്ങളും പുസ്തകങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. എൻ്റെ ആ പുസ്തകങ്ങളൊക്കെ അന്ന് വരകളായിരുന്നു. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ലൈഫ് മാറാൻ ആ ചിത്രം കാരണമായല്ലോ. അതേപോലെ എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണില്ല എന്നാണ് പുള്ളി. ഈ വെളിച്ചപ്പാടല്ലേ, ഇവിടെ നമ്മൾ പോയി കാണുമല്ലോ. ഒറ്റ ഫോട്ടോയിൽ മാത്രം എനിക്ക് നിർത്താൻ പറ്റില്ല. എന്ന് വെച്ചെങ്കിൽ അവർ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ, അവരുടെ ചരിത്രം, ചിലപ്പോൾ ഒരാളുടെ ആ അനുഭവങ്ങൾ അയാളുടെ മാത്രം ചരിത്രമാവുന്നില്ല. അതൊരു നാടിൻ്റെയും പിന്നെ അവർ ചെയ്ത തൊഴിലിൻ്റെയും അല്ല അവരുടെ യാത്രകളും ചിലപ്പോൾ രാജ്യത്തിൻ്റെ ഒക്കെ ഉണ്ടാവാം. പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു, സങ്കടം പറഞ്ഞു, ആരും ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഞങ്ങൾ കേട്ടിരുന്നു. ആ സമയത്ത് പുള്ളിക്കൊരു ഫോൺ വന്നു. ആ ആ ഫോൺ എടുക്കുകയാണ്. എടുത്തിട്ട് പുള്ളി ലാലേട്ടൻ അതിലെ സീനുകൾ പലതും ഓർമ്മയുണ്ട്. വളരെ പ്രധാനപ്പെട്ട സീനുകളും എല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എല്ലാ ദിവസവും കഥകൾ കേൾക്കുന്ന ഒരാളാണ്. ഭയങ്കര മെമ്മറി പവർ, ഭയങ്കര മെമ്മറിയാണ്. അത് 10 വർഷം കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അതിലെ സീനുകൾ പറയും. എന്നിട്ട് ഈ ചിത്രം കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ ചിത്രത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളാണോ സുനിൽ എന്ന് ചോദിച്ചു. ഈ പുസ്തകത്തിലെ കഥകളിലെല്ലാം സുനിലിനെ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വല്ലാതെ മനസ്സിനെ അതൊരു താങ്ങാൻ പറ്റാത്ത ഒരു പോയിന്റിലേക്ക് എത്തിച്ച കഥ ഏതാണ്? ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അകത്തൊരു കഥ, രാമൻ വെളിച്ചപ്പാടിൻ്റെ കഥ വായിച്ചിട്ടുണ്ടോ? ഇല്ല ആ ഇല്ല. അത് അതിനകത്ത് ഒരു അധ്യായമാണ്. ആ അതെന്നെ അദ്ദേഹമാണോ വെളിച്ചപ്പാട് അല്ലേ? അതാണ് വെളിച്ചപ്പാട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ നാട് കൊടുങ്ങല്ലൂരാണല്ലോ. ആ അപ്പോൾ ഞാൻ ക്യാമറ കിട്ടിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരമൊക്കെയാണ്. ഒരുപാട് ആലൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആലുകൾ ചുറ്റപ്പെട്ട ക്ഷേത്രം കൊടുങ്ങല്ലൂരാണ്. ആ അപ്പോൾ ഞാൻ പിന്നീട് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടി അടുത്തറിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത് കൊടുങ്ങല്ലൂർ ഭരണിയാണ്. ഭരണിയെ സംബന്ധിച്ച് ആൾക്കാർ തെറിപ്പാട്ട് എന്നൊക്കെ പറയുമെങ്കിലും ഭരണിക്ക് വേറെ ഡയമെൻഷനുണ്ട്, വേറെ പല ലെയറുകളുണ്ട്. അത് മനുഷ്യൻ്റെ സാധാരണക്കാരായ മനുഷ്യർ എത്തിപ്പെടുകയും അവരുടെ ഉള്ളിൽ തുറക്കാനുള്ളൊരു സ്ഥലമാണ്. അവർക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. അവർക്ക് ദൈവത്തിന് മുമ്പിൽ വന്ന് ചിലപ്പോൾ തെറി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്താൽ, ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എവിടെ ഡാൻസ്, സാധാരണ മനുഷ്യർ എവിടെ ഡാൻസ് ചെയ്യുക. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കല്യാണത്തിൽ ഡാൻസ് ചെയ്യുന്നു, എല്ലാത്തിനും ഡാൻസ്, അവർ ഡെയിലി ലൈഫിൻ്റെ ഭാഗമുണ്ട്. ഡെയിലി ലൈഫിൻ്റെ അല്ലെങ്കിൽ പോലും ഉണ്ട്, ഇവിടെ ഇല്ലത്. അപ്പോൾ ഭരണിക്ക് എത്തുന്ന ആൾക്കാർ ഭയങ്കര ഉറഞ്ഞു തുള്ളുന്ന പോലെ ആയാലും ഡാൻസ് ചെയ്യുന്നതായാലും പാടുകയാണെങ്കിലും ഒരുമിച്ച് കൂട്ടം കൂടിയിട്ടാണെങ്കിലും അവർ പലതിനെയും ബ്രേക്ക് ചെയ്യുന്നു, പലതിനെയും പൊളിച്ചടക്കി അവർ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഒരു മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് ആണ് അവർ തിരിച്ചു പോകുന്നത്. അത് അവരുടെ ഏരിയയിൽ പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോഴും. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ലെയർ എന്നെ ഭയങ്കരമായിട്ട് ആ ഫെസ്റ്റിവലിനോട് അടുപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തു. എൻ്റെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തതിൽ ഭരണിയാണ്. അങ്ങനെ ഭരണി ഞാൻ എല്ലാ വർഷവും ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ചില സീരീസുകൾ മനസ്സിൽ കണ്ടാൽ ഷൂട്ട് ചെയ്യുക, അന്ന് അങ്ങനെയല്ല. ഭരണി നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. എൻ്റെ മനസ്സ് മുഴുവൻ അതായിരിക്കും. വ്യൂ ഫാൻട്രി കൂടെ കാണുന്നതും അല്ല, എൻ്റെ മനസ്സിൽ മുഴുവൻ ഞാൻ വന്ന് വീട്ടിൽ കിടക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഇതിൻ്റെ ചിലമ്പിൻ്റെ അരമണിയുടെയൊക്കെ ശബ്ദമായിരിക്കും. സീരിയസ് ആയിട്ട് ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴൊക്കെ അതായിരിക്കും. അത്രമാത്രം ആഴത്തിൽ ഞാൻ ഇപ്പോഴത്തെ അത്രയും ആഴത്തിൽ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാനെടുത്ത പലപ്പോഴും എടുക്കുമ്പോൾ ചിത്രം എടുത്തു കഴിഞ്ഞാൽ അടുത്തേക്ക് നമ്മൾ പോകും. ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്ന ചില ചലനങ്ങളൊക്കെ അവിടെ മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ എടുത്തൊരു ചിത്രം, സത്യത്തിൽ പല ചിത്രങ്ങളും ഭരണിയിൽ ഞാനെടുത്ത ചിത്രങ്ങൾ പലപ്പോഴും അത് പ്രോസസ്സ് ചെയ്ത്, അന്ന് ഡിജിറ്റൽ അല്ലല്ലോ, ഫിലിം പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴാണ് അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ചിത്രം എടുത്തല്ലോ ഒന്ന് അറിയാം, എന്തോ കിട്ടിയില്ല എന്നൊക്കെ അറിയാം. അതന്ന് ഫിലിം എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടുള്ള ചിത്രം രാമൻ വെളിച്ചപ്പാടിൻ്റെ ഫ്ലെയിമിങ് ഫേസ് തന്നെയായിട്ട് തിളങ്ങുന്ന മുഖമുള്ള ഒരു കണ്ണൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ പ്രത്യേക ഭാവത്തിൽ നിൽക്കുന്ന ഒരു തെളിച്ചമുള്ളൊരു മുഖമുള്ള ഒരു വെളിച്ചപ്പാടിൻ്റെ പ്രായമുള്ള ഒരു വെളിച്ചപ്പാടിൻ്റെ ചിത്രമാണ്. അന്ന് അത് ദർബാർ ഹാളിൽ, ലളിത അക്കാദമി ദർബാർ ഹാളിൽ എക്സിബിറ്റ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് സോളോ ഷോ ആയിരുന്നു അന്ന്. അത് മീഡിയ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത ചിത്രമായിരുന്നു. ഒരുപാട് പത്രങ്ങളിലും അന്ന് ഇന്ത്യ ടുഡേക്ക് അതിലും വന്നു. പിന്നെ ഒരു പുസ്തകത്തിൻ്റെ കവറായി മാറി. എന്തുകൊണ്ടോ ആ ചിത്രം ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു. അങ്ങനെ അടുത്ത ഭരണി വന്നു. ആ ഭരണി വന്നപ്പോൾ ഞാൻ ചിത്രം എടുക്കാൻ പോയി. അന്ന് കുറേ ചിത്രം എടുത്ത് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു, സുനിൽ ഒരു വെളിച്ചപ്പാട് ഞങ്ങളോടൊക്കെ വന്ന് ചോദിച്ചു, നിങ്ങളാണോ സുനിൽ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല സുനിലുണ്ട് ഞാൻ. അപ്പോൾ അവരെന്നെ അന്വേഷിച്ചു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമല്ലേ.
അപ്പോൾ അത് പക്ഷേ ഭരണി ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാണ് ഈ സുഹൃത്തുക്കൾ, ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കൾ, അവർ പല സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവരെന്നോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഒരു രാമൻ വെളിച്ചപ്പാട് എന്നാണെന്നും പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ കാണാൻ വേണ്ടി നടക്കുന്നത്, ഞാൻ ചിത്രം എടുത്ത ആള് എന്നെ കാണാൻ വേണ്ടി ആ ഭരണി സമയത്ത് സാധാരണ തിരിച്ചാണ് ആ അന്വേഷിച്ചു പോണേ. അതെ. അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ അവരെന്നെ നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, എന്താണ് സംഭവം, അദ്ദേഹം എന്നെ അന്വേഷിക്കുന്നു. ഞാൻ പിന്നെ മനസ്സിൽ നിന്ന് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുവില്ലാമലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഒരു ക്യാമറമാൻ ആ. ഈ അദ്ദേഹം ചെയ്ത എന്തോ ഭക്തിഗാനങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവം, ആൽബം എന്തോ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ടീമായിട്ട് തിരുവില്ലാമലയിൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രെയിനൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ക്യാമറമാൻ ക്രെയിൻ്റെ മേലെയാണ്. അപ്പോൾ താഴെ ആ ക്ഷേത്രത്തിൽ വന്നൊരു വെളിച്ചപ്പാട് അയാളെ വിളിച്ചിറക്കുന്നു. താങ്കളാണോ സുനിൽ, ഇറങ്ങി വരുമെന്നുണ്ട്. വെളിച്ചപ്പാടിൻ്റെ ബോഡി ലാംഗ്വേജ്, സംസാരം അങ്ങനെയാണ്, ഇറങ്ങി വരൂ, ആജ്ഞയാണല്ലോ, വെളിച്ചപ്പാടാണല്ലോ. അപ്പോൾ സുനിൽ ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നായിരുന്നു. അപ്പോൾ ചോദിച്ചു, താങ്കളല്ലേ കൊടുങ്ങല്ലൂരിലുള്ള സുനിൽ? അപ്പോൾ അയാൾ പറഞ്ഞു, അതെ. താങ്കളല്ലേ എൻ്റെ ചിത്രം എടുത്തത്? അപ്പോൾ ആ സുനിൽ പറഞ്ഞു, അയ്യോ അത് ഞാനല്ല എന്ന് പറഞ്ഞു, ഞാൻ ചിത്രം എടുക്കല, എനിക്ക് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ പേരല്ലേ സുനിൽ? അപ്പോൾ ആ സുഹൃത്തിന് മനസ്സിലായി ഇത് മറ്റേ സുനിലിനാണ്, എന്നെയാണ്. അങ്ങനെ ഒരു അതെ അതെ. അപ്പോൾ പക്ഷേ വെളിച്ചപ്പാട് പാവം വെളിച്ചപ്പാട് പറഞ്ഞു, അയ്യോ ഞാൻ നിങ്ങളെല്ലാം ഉദ്ദേശിച്ചത്, ഞാൻ മറ്റേ സുനിലിനാണ്. സത്യത്തിൽ വെളിച്ചപ്പാട് അന്വേഷിക്കണമെന്ന് വെച്ചാൽ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഈ ചിത്രം അന്ന് ഭയങ്കര, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് ഭയങ്കര വൈറലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഭയങ്കര ഒരു അറ്റൻഷൻ കിട്ടി. പിന്നീട് ഞാൻ അറിഞ്ഞത്, ഞാൻ എൻ്റെ ഫ്രണ്ട് ഗോകുൽദാസ് ആ ഡയറക്ടർ, പിന്നെ എൻ്റെ ഡയറക്ടർ ഒക്കെ അവർ വർക്ക് ചെയ്യുന്ന ചില പരിചയക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിൽ പോയി, ഷൊർണൂർ. അന്ന് ഞാൻ അതിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ റൂമിൽ ചെന്നപ്പോൾ ഡയറക്ടറുടെ ക്യാമറമാൻ്റെയോ, ഞാൻ എൻ്റെ എക്സിബിഷൻ കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അന്നൊരു കാറ്റലോഗ് ഇറക്കിയിട്ടുണ്ടായി, കുറച്ച് പേജുകളുള്ള കാറ്റലോഗ്. ആ കാറ്റലോഗ് അവിടെ കിടക്കുന്നു. അത് ഇത്തിരി മുഷിഞ്ഞ് ചുരുണ്ട്, ഒരു ആൾ കുറേ നാളുകൾ കൊണ്ടുവരുന്ന കാറ്റലോഗ് പോലെ. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യാമറമാൻ്റെ റൂമിൽ നിന്ന് കാറ്റലോഗ് കിട്ടിയപ്പോൾ ഇതെന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഇതിൽ അഭിനയിക്കാൻ വന്ന വെളിച്ചപ്പാട് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അദ്ദേഹം അവസരം ചോദിച്ചു വന്നപ്പോൾ ഇത് കൊണ്ടാണ് നടക്കുന്നത്. അതിൽ പുള്ളിയുടെ ഫ്ലെയിമിംഗ് ഫേസ് എന്ന് പറഞ്ഞ ചിത്രം വലുതായിട്ട് ഒറ്റ പേജിൽ പ്രിൻ്റ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പല സിനിമകളിലും മുഖം കാണിച്ചു, ഇതിൽ വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കാൻ വന്നു, പിന്നെ പല വെളിച്ചപ്പാടുകളെ കൊണ്ടുവരുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മനോരമയുടെ അന്നത്തെ ഒരു ആഡിൽ ഇദ്ദേഹം വെളിച്ചപ്പാടായിട്ട് ഞാൻ കണ്ടു പിന്നീട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യന് ഈ ഒരു ചിത്രം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ മാറണമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ മനുഷ്യൻ എന്നെ അന്വേഷിച്ച് കിടക്കുന്നത്. പോയി കണ്ടോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞു ഫോട്ടോഗ്രാഫി ഡിജിറ്റലിൽ നിന്ന് ഫിലിമിലേക്കൊക്കെ മാറാൻ തുടങ്ങിയ സമയം. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് കാണണം എന്നാഗ്രഹിച്ച് എൻ്റെ ഫ്രണ്ട്, മറ്റേ നെൽസൺ എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവൻ്റെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ഒറ്റപ്പാലം ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടെത്തണം, മീറ്റ് ചെയ്യണം. അങ്ങനെ അവൻ്റെ ഒരു പരിചയമുള്ള ഒരു കടയിൽ, കുറേ കടകളിൽ ഈ അന്ന് ഫോണൊക്കെ വന്നു, ഫോണിൽ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വെളിച്ചപ്പാട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അവൻ്റെ കോള് വരികയാണ്, അദ്ദേഹത്തിനെ കണ്ടെത്തി. ആ കടക്കാരൻ പറഞ്ഞു, ഇതിൽ സൈക്കിളിന് പോകുന്ന ഒരു വെളിച്ചപ്പാടുണ്ട്, സൈക്കിൾ വെളിച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പിടിച്ചു നിർത്തിയിട്ട് ഈ നെൽസനെ വിളിപ്പിച്ചു. അങ്ങനെ നെൽസൻ്റെ ഫോണിൽ നിന്ന് എനിക്കൊരു കോള് വരികയാണ്, ആളെ കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ രാമ വെളിച്ചപ്പാട്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ലൈഫ് മാറാൻ ആ ചിത്രം കാരണമായല്ലോ, അതേപോലെ എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ വന്ന് കാണില്ല എന്നാണ് പുള്ളി. ഈ വെളിച്ചപ്പാടല്ലേ, ഇവിടെ നമ്മൾ പോയി കാണുമല്ലോ. അപ്പോൾ ഞാൻ ശരി, അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ഉള്ളെന്താണെന്ന്. നിഷ്കളങ്കമായ ഒരു ആഗ്രഹം ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെളിച്ചപ്പാട് ഇനി എന്നാണ് കൊടുങ്ങല്ലൂർ വരിക? അപ്പോൾ ഞാൻ ചില 1-ാം തീയതികൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ നെൽസൺ കൊടുത്തു. പുള്ളിക്ക് ഫോണൊന്നുമില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ വിളിക്കാം, ഞാൻ തള്ളയെ കാണാൻ വരുമ്പോൾ വരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏതാ തള്ള എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്മനെ പറയുന്നത്, അവരുടെ ഭാഷ അതാണ് തള്ള. അപ്പോൾ ഞാൻ വരും, വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് വിളിയൊന്നും വന്നില്ല. കുറേ നാൾക്ക് ശേഷം എൻ്റെ ഫോണിലേക്ക് ഒരു ലൈനിൽ നിന്നൊരു കോൾ വന്നു, കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഞാനെടുത്തു. രാമ വെളിച്ചപ്പാട്. പക്ഷെ ഞാനന്ന് മൈസൂരായിരുന്നു, എൻ്റെ വേറൊരു യാത്രയുടെ ഭാഗമായിട്ട് മൈസൂരായിരുന്നു. അന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്താ പറയുക, അത് ഉണ്ടായില്ല. അങ്ങനെ പിന്നെ കാലം വീണ്ടും പോയി. വീണ്ടും ഞാൻ എന്താ പറയുക, ഇദ്ദേഹത്തിനെ കണ്ടെത്തണമല്ലോ.
അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും. ആ പയ്യനെ അന്വേഷിച്ച് പോയ പോലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും. എവിടെയായിരിക്കും ഇദ്ദേഹം. ഞാൻ പിന്നെ ആ കാറ്റലോഗ് ഇടയ്ക്ക് എടുത്ത് നോക്കും. നോക്കും. അപ്പോൾ ഇദ്ദേഹമൊക്കെ എപ്പോഴായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഭരണി സമയത്ത് ഭരണി ഫെസ്റ്റിവലിൽ ഞാൻ ഒരുപാട് പേരെ പോർട്രേറ്റുകൾ എടുത്തിട്ടുണ്ട്. ആ അപ്പോൾ അതിൽ കണ്ട പല മുഖങ്ങളും പല ഭരണി ഫെസ്റ്റിവലിലും എന്നെ കാണാതായി. ഭയങ്കര റോ ആയിട്ടുള്ള ഒരു കാലത്തിനെ അടയാളപ്പെടുത്തിയ ചില മനുഷ്യരുണ്ട്. പല വയനാട് നിന്ന് വരുന്ന മലയിറങ്ങി വരുന്ന ആൾക്കാർ, പാലക്കാട് നിന്ന് വരുന്ന ആൾക്കാർ, വയലിൽ പണിയെടുത്ത ആൾക്കാർ, നെഞ്ചിൽ മറ്റേ പനട നെഞ്ചിൽ മറ്റേ പനയിൽ കയറുന്ന ആൾക്കാർ, തഴമ്പുള്ള ആൾക്കാർ, ഭയങ്കര മനുഷ്യരുണ്ട്. ജീവിതം നിറഞ്ഞേക്കുന്ന മുഖങ്ങൾ. പോകെ പോകെ ഇത്തരം മനുഷ്യരെ കാണാതെ അപ്പം തോന്നി ഈ മനുഷ്യനൊക്കെ എവിടെയായിരിക്കും, ഈ വെളിച്ചപ്പാട് ജീവിച്ചിരിപ്പുണ്ടാവും. 5, 6, 7, 8, 10 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു അന്വേഷണം നടത്തി. അപ്പോൾ അതും നെൽസൺ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എടുത്തു. എനിക്ക് വേണ്ടി ആ സമയത്ത് പല ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒറ്റപ്പാലത്ത് ഒരു സ്ഥലത്ത് ഇദ്ദേഹം താമസിച്ചിരുന്നു. പക്ഷേ ആ വീടൊക്കെ പൊളിച്ചു പോയി. ഇവൻ്റെ അന്വേഷണം അങ്ങോട്ട് പോയി ഒറ്റപ്പാലത്ത് ഒരു വീട് വരെ എത്തി. പക്ഷേ അത് ഹൈവേ എന്തോ റോഡ് വന്നപ്പോൾ പൊളിച്ചു പോയി. ഇപ്പോൾ അദ്ദേഹം എവിടെയെന്ന് അറിയില്ല. പിന്നെ അന്വേഷണം തുടർന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഒറ്റപ്പാലത്ത് തന്നെ ഒരു ലോഡ്ജിൽ ഒരു വെളിച്ചപ്പാട് താമസിക്കണമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് പറഞ്ഞു. ഏത് വെളിച്ചപ്പാടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നെൽസനും പറഞ്ഞു അദ്ദേഹം തന്നെയാവും, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലത്തെത്തി. അപ്പോൾ ആ ലോഡ്ജ് റോഡ് സൈഡിലൊന്നുമല്ല. ഞങ്ങൾ കാറ് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ ഒരു മുഷിഞ്ഞൊരു ലോഡ്ജ്, 2 നിലയുള്ള പഴയ ലോഡ്ജ്. റിസപ്ഷനിസ്റ്റോ വേറെ സ്റ്റാഫോ ഒന്നുമില്ല. ചില അന്തേവാസികളും മാത്രം, കാലങ്ങളായിട്ട് താമസിക്കുന്ന അന്തേവാസികൾ. അപ്പോൾ താഴെ നോക്കിയപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറുടെ റൂമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പണ്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ചില എൻലാർജർ അന്ന് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിച്ച സാധനമൊക്കെ അവിടെ പുരാവസ്തു പോലെ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായി അദ്ദേഹം കുറച്ച് മാസങ്ങളായിട്ട് അവിടെ താമസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വെളിച്ചപ്പാടിനെ അന്വേഷിച്ച് വന്നേക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് ഫോണിൽ, അത് ഞാൻ കാണിച്ചു കൊടുത്തു. അദ്ദേഹം എവിടെ താമസിക്കും, ഏത് റൂമിലാണെന്ന് പറഞ്ഞു ചോദിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ പോകണല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു അയ്യോ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, ആ ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര നിരാശരായി. അപ്പോൾ മേലെ ഒരു വേറെ വെളിച്ചപ്പാടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ, അദ്ദേഹം കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പോകുന്ന ഒരാളാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര നിരാശയായി ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പോൾ മേലേക്ക് ചെന്നപ്പോൾ ആദ്യം കണ്ടൊരു റൂം ഒരു ജോത്സ്യൻ്റെ റൂമാണ്. ആ ജോത്സ്യൻ്റെ റൂമിന് അപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ റൂമെന്ന് പറഞ്ഞു. അവിടെ തട്ടി വിളിച്ചപ്പോൾ ഒരു ഷർട്ടൊന്നും ഇടാതെ ഒരു മുഷിഞ്ഞ തോർത്ത് മാത്രം ഇട്ടിട്ട് വൃദ്ധനായുള്ള നരച്ച താടിയും നരച്ച മുടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്, ഒരു അടഞ്ഞൊരു റൂം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെളിച്ചപ്പാടിനെ അന്വേഷിച്ച് വന്നതാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്, എൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ വെളിച്ചപ്പാടിനെ അന്വേഷിച്ച് വന്നതാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ചിത്രം കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന് അറിയുമോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ ചിത്രത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളാണോ സുനിൽ എന്ന് ചോദിച്ചു. ഞാൻ അന്വേഷിച്ച് വന്ന വെളിച്ചപ്പാടായി ഈ വെളിച്ചപ്പാട്, രാമവെളിച്ചപ്പാട്. കാലം കുറേ പോയി, 10, 12, 13 വർഷം കടന്നുപോയി. ഒരു മനുഷ്യനുള്ള മാറ്റങ്ങൾ ഞാൻ അറിയാതെ പോയി. ഞാൻ എൻ്റെ ഫോട്ടോയിലുള്ള ആ ചുറുചുറുക്കുള്ള ആ വെളിച്ചപ്പാടിനെ ഞാൻ അന്വേഷിച്ച് വന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ മാറി. അങ്ങനെ അദ്ദേഹം റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ കാലങ്ങളായിട്ട് താമസിക്കുന്ന, വൃദ്ധൻ താമസിക്കുന്ന കുറച്ച് ദൈവങ്ങളുടെ ചിത്രങ്ങളും അടഞ്ഞ മുറി, അദ്ദേഹത്തിൻ്റെ ചില എങ്ങനെ ജീവിക്കുന്നുണ്ടാവോ, അതെ അദ്ദേഹത്തിൻ്റെ ചില ഡ്രസ്സും, അദ്ദേഹം ജീവിക്കുന്ന എങ്ങനെ വെച്ചാൽ വല്ലപ്പോഴും മാത്രം വരുന്ന ചില ഭക്തരുണ്ട്, അവർ കൊടുക്കുന്ന ചില ദക്ഷിണയൊക്കെ ആയിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഭരണിക്കോ ദൂരെയുള്ള ഭരണി കൊടുങ്ങല്ലൂർ ഭരണി ഫെസ്റ്റിവലിനോ ദൂരെയുള്ള പല സ്ഥലങ്ങളിലും പോകാൻ പറ്റാതെയായി. എനർജി എല്ലാം പോയി. വാർദ്ധക്യം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റും അങ്ങനെയൊക്കെ മാറ്റി. അദ്ദേഹം കുറേ കഥകൾ പറഞ്ഞു. അദ്ദേഹത്തിന് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡിവോഴ്സായി, കുറേ മക്കളുണ്ട്. അവരൊക്കെ പല വഴികളിൽ ആരും അദ്ദേഹത്തിന് ബന്ധപ്പെടാറില്ല. പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രാക്കിൽ മാത്രം നടക്കുന്നതിൻ്റെ പേരിലായിരിക്കാം, നമുക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രം കേൾക്കുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കേട്ട് സങ്കടകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ, പ്രത്യേകിച്ച് ആ അവസ്ഥകൾ. അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ഒരു ഫോണൊക്കെ ഉണ്ട്, ചെറിയ ഫോണൊക്കെ ഉണ്ട്, ചെറിയ ഫോൺ. അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു, സങ്കടം പറഞ്ഞു, ആരും ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഞങ്ങൾ കേട്ടിരുന്നു. ആ സമയത്ത് പുള്ളിക്കൊരു ഫോൺ വന്നു. ആ ഫോൺ എടുത്തിട്ട് പുള്ളി എണീക്കുകയാണ് സംസാരിച്ചിട്ട്. പുള്ളി ഭയങ്കര എക്സൈറ്റഡ്, പുള്ളിയുടെ മുഖമൊക്കെ മാറണ്ടായി. അങ്ങനെ പുള്ളി ആ ഫോൺ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. എന്തോ സന്തോഷ വാർത്ത, അത്രയും നേരമില്ലാത്ത മുഖം മാറുകയാണ്, പുള്ളിയുടെ പഴയ തിളക്കങ്ങളൊക്കെ അങ്ങനെ കാണുകയാണ് കണ്ണിൽ. അങ്ങനെ പുള്ളി ഒരു ഷർട്ട് എടുത്തിട്ടാണ്. ഷർട്ട് ഇട്ടിട്ട് പുള്ളി പറഞ്ഞു
എനിക്കൊന്ന് മദ്യപിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചപാട് മദ്യപിക്കുക എന്നുള്ള ചിന്തയാണ് ആദ്യം വന്നത്. കള്ള് ഷാപ്പുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് കള്ള് ഷാപ്പിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പുള്ളി മൊത്തം മാറുകയാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് പുള്ളിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിയ പുള്ളിയുടെ കാലങ്ങൾക്ക് ശേഷമുള്ള ആ കോള്, പുള്ളിയുടെ മകൾ പുള്ളിനെ വിളിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഭാര്യയിലോ രണ്ടാമത്തെ ഭാര്യ ഏതോ ഒരു ഭാര്യയിലെ മകൾ പ്രഗ്നൻ്റ് ആയി എന്ന് അറിയിക്കാൻ വേണ്ടി അച്ഛനെ വിളിച്ച് പറഞ്ഞ കോളാണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് ചെന്നതും മകളുടെ കോള് വന്നതും ഒരു ദിവസമാണ്. ആ പുള്ളിക്ക് എന്തോ ആ ദിവസത്തിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നി. അങ്ങനെ പുള്ളി അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി പോകുന്നത്. അങ്ങനെ ചെല്ലുന്നത് ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പാലക്കാടത്തെ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പുള്ളി മുന്നിലും പിന്നിൽ ഞാനും അതിൻ്റെ പിന്നിൽ നെൽസനുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ഒരു ഒരു പാടമുണ്ട്. പാടവരമ്പിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞ് ഷാപ്പുണ്ട്. ഷാപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് അകലം എത്തിയപ്പോൾ തന്നെ ഷാപ്പിൻ്റെ അകത്തുനിന്ന് മറ്റേ പുള്ളുവ വീണുണ്ടല്ലോ, അതിൻ്റെ ശബ്ദം ഒരിക്കലും ഷാപ്പിൽ നിന്ന് കേൾക്കുമല്ലോ. ഞങ്ങൾ നോക്കുമ്പോൾ എവിടെയാണ്, എങ്ങും കാണാനില്ല. ഷാപ്പിലേക്ക് അടുത്ത് എത്തുമ്പോൾ ഈ പുള്ളുവ വീണ ശബ്ദം കൂടി കണ്ടത്. ഷാപ്പിൻ്റെ അകത്ത് അതിലെ പോയി ഒരു പുള്ളുവ പാട്ടുകാരനെ കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ പാട്ട് പാടിക്കുക. അദ്ദേഹത്തിന് പൈസയും കൊടുക്കുന്നുണ്ട്, അദ്ദേഹം താഴെ ഇരുന്ന് പാടുക. അവിടേക്ക് അപ്പോൾ ഷാപ്പിൻ്റെ അത് പുള്ളുവ പാട്ടുകാരനുണ്ട്. അവിടേക്ക് ഒരു വെളിച്ചപ്പാടയിലുണ്ട്. വെളിച്ചപ്പാടിന് കാണുമ്പോൾ ഇവരൊക്കെ എണീറ്റു. ഇദ്ദേഹം അവിടെ ഭയങ്കര പ്രശസ്തനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നു, അയാളുടെ റെസ്പെക്റ്റൊക്കെ കാണിക്കുന്നു. എന്നാൽ നാടൻ ആൾക്കാർ തമാശയൊക്കെ പറഞ്ഞു, കുശലൊക്കെ പറയുന്നു. അദ്ദേഹം അവിടെ ഇരിക്കുന്നു, കള്ളൊക്കെ വാങ്ങി കഴിക്കുന്നു, ചിക്കനൊക്കെ കഴിച്ചു. വെളിച്ചപ്പാട് നോണൊക്കെ കഴിക്കുന്ന വെളിച്ചപ്പാടാണ്. പുള്ളിയുടെ മദ്യം കഴിച്ചതിന് ശേഷം പുള്ളിയുടെ കഥകൾ പറയുന്നു. ഒരുപാട് ജീവിതത്തിനെ കുറിച്ചും പുള്ളിയുടെ ജീവിതം ഇങ്ങനെ ആയതിനെക്കുറിച്ചും ഒറ്റപ്പെട്ടു പോയതിനെക്കുറിച്ചും എല്ലാം പറയുന്നു. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ലൈഫ് ഷെയർ ചെയ്യല്ലേ. എനിക്കൊന്ന് ഒരുപാട് നാൾക്ക് ശേഷം ഒരു ആളോട് മനസ്സ് കേൾക്കാൻ അറിയുന്നു. ഞങ്ങളെല്ലാം കേട്ടു. ഭയങ്കരമായിട്ട് പുള്ളി എന്തൊക്കെയോ അഴിച്ചു വെച്ച പോലെ എന്തൊക്കെയോ പുള്ളി തിരിച്ചു വരുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഞങ്ങൾ പുള്ളി താമസിക്കുന്ന ലോഡ്ജിന് മുന്നിലാക്കിപ്പോയി. അപ്പോൾ പുള്ളി എന്നോട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, സുനിൽ ഇനിയും വരണം, ഇനി വന്നിട്ട് എൻ്റെ ഒരു ചിത്രം കൂടി എടുക്കണം. എന്നുവെച്ചാൽ പുള്ളിയുടെ അവസ്ഥ ഭയങ്കര മോശമല്ലേ. അപ്പോൾ അന്ന് ഞാനൊരു ചിത്രം എടുത്തപ്പോൾ പുള്ളിയുടെ ലൈഫ് മാറിയിട്ടുണ്ടായി. പുള്ളി സിനിമയിൽ അഭിനയിച്ചു, പുള്ളി ആഡിൽ അഭിനയിച്ചു, പുള്ളിക്ക് പൈസ കിട്ടി, പുള്ളിക്ക് നാട്ടിൽ അംഗീകാരങ്ങൾ കിട്ടി. ഇതൊന്നും ഞാനറിയുന്നില്ല, എവിടേക്കോ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ പുള്ളി വിശ്വസിക്കുന്നത് ഇനിയൊരു ചിത്രം എടുത്താൽ അങ്ങനെ ആവുമെന്നാണ്. പക്ഷെ എനിക്കറിയാമായിരുന്നു ഞാനിനി ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പുള്ളി അങ്ങനെ ആവില്ല. പുള്ളി അന്നത്തെ ആ ചിത്രത്തിൻ്റെ കൊടുങ്ങല്ലൂരുള്ള ആ ചിത്രത്തിൻ്റെ ആ നിമിഷത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയാണ്. എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ മികവ് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം അന്ന് സഞ്ചരിച്ച അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖം അത് അവിടെ വെച്ച് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് വരില്ല എന്ന് ഇതൊന്നും അദ്ദേഹത്തിനോട് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമാണ്, ഒരു പ്രതീക്ഷയാണ്. ഒരു വൃദ്ധനായ തഴയപ്പെട്ട ആരാലും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ പ്രതീക്ഷ. നോ പറയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിച്ച് പോന്നു. പിന്നെ ഞാനന്ന് എറണാകുളത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പോകുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കോൾ വന്നു. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വരും, പിന്നെ ചില ആഴ്ചകൾ വരും, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ വരും. അങ്ങനെ ഒരു 5-6 മാസം അങ്ങനെ പല സമയങ്ങളിൽ കോൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാട്ടാ, ഞാൻ വരാം, ഒരു ദിവസം വരും. പക്ഷെ വന്നിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാലോ. എന്നാലും നമുക്കുള്ളിലൊരു വേദനയാണ്. ഒരു മനുഷ്യനെ വിളിക്കുകയല്ലേ, വൃദ്ധൻ നമ്മളെ വിളിക്കുകയല്ലേ, ഒരു പാവ മനുഷ്യനല്ലേ. അപ്പോൾ നെൽസനും വരും, ചിലപ്പോൾ എനിക്ക് വരുന്നതൊക്കെ കൂടുതൽ നെൽസനും വരും. അപ്പോൾ ആ സമയത്ത് എൻ്റെ പുള്ളിയുടെ ആഗ്രഹം ഞാൻ എഴുതിയിട്ട് പുള്ളി ലൈഫ് മാറ്റണം എന്നാണല്ലോ. പക്ഷെ ആ സമയത്ത് ഞാൻ മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ ഞാൻ എഴുതി തുടങ്ങി. എൻ്റെ ചില ആർട്ടിക്കിളുകളൊക്കെ എൻ്റെ ഓർമ്മകളൊക്കെ വന്നു തുടങ്ങി. അവർ ഫുൾ സ്റ്റോറി ആയിട്ട് അത് വളരെ പ്രാധാന്യത്തോടെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ആലോചിച്ചു, അന്ന് നമുക്കൊരു അവിടെ പോയിട്ട് ഒരു സ്റ്റോറി ചെയ്യാം. ചിലപ്പോൾ ഈ മനുഷ്യൻ്റെ ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു യാത്രയും ഭരണിയും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ചെയ്യാം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് തോന്നി. അങ്ങനെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ, ഈ മനുഷ്യൻ എന്നെ ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാറില്ല. ചിലപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി സീരീസ് ചെയ്യായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു ദിവസം സാധാരണ എടുക്കാറുണ്ട്. ഒരു ദിവസം വിളിച്ചപ്പോൾ ഒരു 3-4 പ്രാവശ്യം വിളിച്ചു. അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തൊക്കെയോ കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. ഇത്ര അധികം കോള് വന്നപ്പോൾ ഞാൻ പിന്നീട് തിരിച്ച് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ടുപോയി. സെയിം ഡേ തന്നെ നെൽസനെ വിളിച്ചു. നെൽസൺ എന്തോ തിരക്കിലായതിൻ്റെ ഉള്ളിൽ അന്നത്തെ ദിവസം നെൽസൺ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ കോൾ കുറേ വന്നിട്ടുണ്ടായല്ലോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമുക്കെന്നാൽ ഒരാൾ ഇത്ര അധികം വിളിച്ചാലേ നമുക്കെന്നാൽ പോയിച്ച്. അപ്പോൾ തന്നെ എൻ്റെ 1-2 സീരീസ് വന്നതിൻ്റെ പേരിൽ, മാതൃഭൂമിയിൽ വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു.
അങ്ങനെ തിരിച്ച് ഞാൻ നെൽസനോട് പറയാണ് നമുക്ക് പോവാം, നമുക്ക് അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാം, നമുക്ക് നീ ഒരു കാര്യം ചെയ്യും ഈ ദിവസം വരാം എന്ന് പറയണം. അത് അപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി താടിയൊക്കെ വെട്ടിക്കളഞ്ഞ് കുട്ടപ്പനായിട്ടൊക്കെ ഇരിക്കുമല്ലോ, അങ്ങനെ ചെയ്യരുത്, ഉണ്ടാവുമെന്ന് മാത്രം നിശ്ചയം മതി, നമുക്ക് പോവാം, പുള്ളിനെ അറിയിക്കാതെ ആ ദിവസം നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിക്കുക. നീ ആളെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു, വെളിച്ചപ്പാടിനെ വിളിച്ചിട്ട്, അവിടെ തന്നെയല്ലേ താമസം, അവിടെ പോവാം. പക്ഷെ ഞാനപ്പോൾ എൻ്റെ പഴയ കാറ്റലോഗ് എടുത്ത് നോക്കി, മറിച്ച് നോക്കി. ഫ്ലെയിമിങ് ഫേസ് എന്ന് പറഞ്ഞ ആ ചിത്രം ഞാനൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആ ചിത്രം ഞാനെടുത്ത് മറിച്ച് നോക്കി. എന്തൊക്കെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അവിടെ ചെന്ന് എങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു. അത് മറച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നെൽസൻ്റെ കോൾ വന്നു, സുനിലേട്ടാ നമ്മൾ വെളിച്ചപ്പാട് പോയി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ വിളിച്ചന്ന് ആ വെളിച്ചപ്പാട് മരിച്ചുപോയി, സെയിം ഡേ. അപ്പോൾ ആ മരിക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പുള്ളൊരു കോളായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരും നിർഭാഗ്യവശാൽ അന്ന് എല്ലാ കോളുകളും എടുക്കുന്ന ആ കോളായിരുന്നു. അപ്പോൾ അന്ന് എന്തൊക്കെയോ ഞങ്ങളോട് പറയാനുണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഭയങ്കര വിഷമം തോന്നി. എല്ലാവരും അറ്റൻഡ് ചെയ്യാറില്ല, കുറേ നേരം കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അന്ന് നിർഭാഗ്യവശാൽ ഞങ്ങൾ രണ്ടുപേരും ബിസി ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച ദിവസം തന്നെ ഞങ്ങൾ പോവുകയാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തൊന്ന് പോകണം, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആൾക്കാരെ കാണണം. ചിത്രം മാത്രമല്ലല്ലോ നമുക്കൊരു അതെ 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 ചെറിയ വിഷമം ഞങ്ങൾക്കുണ്ട്, ചെറുതല്ലാത്ത ഒരു വിഷമമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് താമസിച്ചിരുന്ന ചില സ്ഥലങ്ങൾ, മക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണണം. പിന്നെ അദ്ദേഹത്തിൻ്റെ വാളും, ഞാൻ ആ ഫോട്ടോയിൽ കണ്ട വാളിൻ്റെ അത് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം അദ്ദേഹത്തിന് പകരം എടുക്കണം എന്നൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. പാലക്കാട് പനമണ്ണ എന്നൊക്കെ പറഞ്ഞ സ്ഥലം, ഒരു ക്ഷേത്രം, അതിൻ്റെ അടുത്താണ് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റർ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ വേറെ ആരും എടുത്ത്, സിസ്റ്റർ അങ്ങോട്ട് എടുത്തത്. അപ്പോൾ അവിടെ ചെന്നു ഒരു ചെറിയൊരു വീട്. അപ്പോൾ സിസ്റ്റർ, പഴയ സ്ത്രീ, ഒരു വീടിൻ്റെ മുറ്റത്തെന്തോ മുളക് എന്തോ ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു അവരോട് സംസാരത്തിൻ്റെ ഇടയിൽ അവരൊരു പെട്ടി എടുത്തിട്ടുണ്ടെന്നു. ആ പെട്ടിയിൽ ഞാൻ അന്ന് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ കാലത്തെ ന്യൂസ് പേപ്പറുകളും അന്നത്തെ ആ പുസ്തകത്തിൻ്റെ കവർ വന്ന ഫോട്ടോ എല്ലാം വെളിച്ചപ്പാട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പലതും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയാണ്, ആ ലോഡ്ജിൽ ചെന്നപ്പോൾ ഞങ്ങളോട് സംസാരിക്കേണ്ട ഇടയിൽ അവിടെ കട്ടിലിൻ്റെ താഴെ നിന്നും അതേ പെട്ടി എടുത്തിട്ടുണ്ടെന്ന് എന്നെ കാണിച്ച് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു. ഈ മനുഷ്യൻ ആ ചിത്രങ്ങളും ആ പേപ്പർ കട്ടിങ്ങുകളും എല്ലാം മരിക്കുന്നവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. മരിച്ചു കണ്ടും അതവിടെ സിസ്റ്റർ വീട്ടിൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവരോട് സിസ്റ്ററോട് സംസാരിച്ചു. എനിക്ക് ആ പഴയ വാളിൻ്റെ ചിത്രം എടുക്കണമെന്നുണ്ടായി എനിക്ക്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിന് പകരം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാളിൻ്റെ ചിത്രം, ആ സ്റ്റോറി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, വാളില്ല അവിടെ, വാള് മറ്റേ മൂന്നാമത്തെ ഭാര്യയുടെ രണ്ടാമത്തെ മോളുടെ വീട്, അങ്ങനെ എന്തോ അവരായിട്ടൊന്നും പരസ്പരം ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് നിരാശയായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാൻ പോയപ്പോൾ അപ്പുറത്തുനിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. അതുവരെ കാണാത്തൊരു സ്ത്രീ. അല്ല, ആ മകളുടെ നമ്പർ എൻ്റെ കയ്യിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു കൊച്ചിനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ മകളാണ്. അത് സിസ്റ്റർ ഈ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റർ മകനോ ആരോ ആണ്, റിലേറ്റീവ് ആരോ ആണ് കല്യാണം കഴിച്ചേക്കുന്നത്. അവർ താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഡെലിവറി പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയാണ് കയ്യിലിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ അമ്മയാണ് എനിക്ക് നമ്പർ തന്നത്. അങ്ങനെ നമ്പർ തന്നു. ഞങ്ങളവിടെ തിരിച്ചു പോന്നു. അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ചു. ആ ദൂരെ ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് ആ മകള് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, ഒരു ഉൾഗ്രാമത്തിൽ. അങ്ങനെ ആ മകളൊപ്പം നടക്കുമ്പോൾ മകൾ പറഞ്ഞു, മകളധികം സംസാരിക്കുന്നൊന്നുമില്ല, ഞങ്ങളെ പരിചയമില്ലാത്ത ആളല്ലേ. പക്ഷെ മകളൊരു കാര്യം പറഞ്ഞു, സുനിൽ വരുന്ന അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. അത് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ്, ഞാനത് പോകാൻ തീരുമാനിച്ചതുമാണ്. പക്ഷെ വലിയൊരു കാലം അങ്ങനെ. പക്ഷെ എനിക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ ചെയ്തു. ഞാൻ അവിടെ ചെന്നു, ഞാൻ ആ ചിത്രം എടുത്തു. ഞാൻ പിന്നെ സ്റ്റോറി ഒന്നും ആക്കിയില്ല. പക്ഷെ അതോടുകൂടി എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഇതായിരുന്നു അത്, അവിടെ എത്തുക എന്നുള്ളത്. അവിടെ എത്തി തിരിച്ചു പോകണം. അതും ഇതിലൊരു ഓർമ്മക്കുറിപ്പാണ്. എന്നെ എന്താ പറയുക, അങ്ങനെ എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്ത ചില കഥകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. സുനിലിൻ്റെ ശരിക്കും പറഞ്ഞാൽ എത്രയോ കഥകൾ ഇനിയും കാണുമല്ലേ, ഈ ബുക്കിൽ എത്താത്ത കുറേ കഥകൾ കാണും.
ഉണ്ട്. സ്വാഭാവികമായിട്ട് പുസ്തകത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ, അപ്പോൾ അതിനെയും കഥകൾ വരും. ഉം. ഞാൻ ഇത്രയും നേരം ഉള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സുനിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്കും പറയാൻ പറ്റില്ല. യു കൈൻഡ് ഓഫ് എ സ്റ്റോറി ടെല്ലർ. അത് രണ്ട് മീഡിയം ഒന്നിച്ച് യൂസ് ചെയ്ത് ഒരു വ്യക്തിയുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എല്ലാ രീതിയിലും കവർ ചെയ്യുന്ന, മൾട്ടി ആംഗിളിൽ നിന്ന് കവർ ചെയ്യുന്ന ഒരു സ്റ്റോറി ടെല്ലറാണ്. അതിൽ ഫോട്ടോഗ്രാഫി ഒരു മീഡിയമാണ്, എഴുത്തും ഒരു മീഡിയമാണ് അല്ലേ? ഇത് രണ്ടും ഇനി മുന്നോട്ട് ഒന്നിച്ച് തന്നെ കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. അതെൻ്റെ ഒരു കഴിഞ്ഞ മഞ്ജുക്കാരെന്ന് പറഞ്ഞ സീരീസ് തുടങ്ങി ഞാനിപ്പോൾ ചെയ്യുന്ന സീരീസും എല്ലാം അങ്ങനെയാണ്. പല സീരീസുകളും അങ്ങനെയാണ്. എനിക്ക് ഒറ്റ ഫോട്ടോയിൽ മാത്രം എനിക്ക് നിർത്താൻ പറ്റില്ല. എന്ന് വെച്ചെങ്കിൽ അവർ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ, അവർ ചരിത്രം, ചിലപ്പോൾ ഒരാളുടെ ആ അനുഭവങ്ങൾ അയാളുടെ മാത്രം ചരിത്രമാവുന്നില്ല, അതൊരു നാടിൻ്റെയും പിന്നെ അവർ ചെയ്ത തൊഴിലിൻ്റെയും അല്ല അവരുടെ യാത്രകളും ചിലപ്പോൾ രാജ്യത്തിൻ്റെ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൂടി ചേർന്നതായിരിക്കണം ആ ചിത്രം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് എന്തായാലും ടെക്സ്റ്റും കൂടി വേണം. പല സീരീസും ടെക്സ്റ്റും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇനി പ്ലാൻ ചെയ്യുന്നതും ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്? പല സീരീസുകളും അങ്ങനെ തന്നെയാണ്, ടെക്സ്റ്റ് വരും. ഈ ബിയനാലയിലേക്ക് വന്നപ്പോൾ അത് ശരിക്കും കരിയറിനെ മാറ്റിയതാണോ? അത് അവിടേക്ക് എങ്ങനെയാണ് എത്തിയത്? കാരണം പല ഫോട്ടോഗ്രാഫേഴ്സ് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിട്ടുമാണ് കാണുന്നത്. ആൻഡ് സുനിലിന് ആ ഓപ്പർച്യൂണിറ്റി, ആ പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടുണ്ട്. സോ വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് പുതിയതായിട്ട് വരുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോട്? ആൻഡ് ഹൗ ഡു യു മേക്ക് ഇറ്റ് ടു എ ബിയനാലെ? പലരും എന്നോട് ബിനാലയിലേക്ക് കയറാനുള്ള വഴികളെ കുറിച്ച് ചോദിക്കാം. അതൊരു ക്ലീശേ ചോദ്യമാണ്. ചോദ്യമാണ്, പക്ഷെ എനിക്ക് ഒരുപാട് പേര് വരുന്നത് ഇപ്പം പ്രത്യേകിച്ച് ബിനാലെ കാലാകുമ്പോൾ എനിക്ക് വരും പല ഫോട്ടോഗ്രാഫേഴ്സും. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹത്തിനപ്പുറത്തായിരുന്നു ബിനാലെ. എന്ന് വെച്ചാൽ ബിനാലെ കാണാറുണ്ട്, വളരെ ഇൻ്റർനാഷണൽ, വളരെ വലിയ ചിത്രങ്ങൾ, പല പെയിൻറ്റേഴ്സിൻ്റെ വർക്കുകളും ഇൻസ്റ്റലേഷനുകളും കണ്ട് നമ്മൾ മാറ്റുന്ന ഒരു കാഴ്ചകളാണത്. അപ്പോൾ ആ സമയത്ത് തന്നെ പാരലായിട്ട് ഞാൻ എൻ്റെ പൊന്നാനി ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിത്രം എടുത്ത് കഴിഞ്ഞ് 3-4 വർഷം എടുത്ത് കഴിഞ്ഞു. ഞാനത് എൻ്റേതായ രീതിയിൽ ഞാനത് ഒരു പുസ്തകമാക്കി എനിക്ക് കാണാനും എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ കാണാനും വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിൽ പ്രിൻ്റ് ചെയ്ത് എൻ്റെ ചില ടെക്സ്റ്റുകളൊക്കെ തയ്യാറാക്കി ഞാനത് ഷാബാസ് സമൻ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഷാബാസ്കറുടെ വീട്ടിൽ പോയപ്പോൾ ഷാബാസ്ക കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എടാ ഇത് ബിനാലെ വാളിൽ കയറേണ്ട ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റിയാസ് കോമോ ഷാബാസ്കറുടെ ഫ്രണ്ടാണ്, നമുക്ക് റിയാസായിട്ട് നമുക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് അപ്പോഴും എൻ്റെ മനസ്സിലത് ബിനാലെ എന്നൊക്കെ ഒരുപാട് അകലെയാണ്. ഞാൻ എൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നു, എൻ്റെ വഴി കൂടെ സഞ്ചരിക്കും എന്നല്ലാതെ അത് വേറൊരു ഏരിയ ആണല്ലോ. ദയാനിദാസ് സിംഗ് പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഋഖുറോയി, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഋഖുറായിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബിനാലയിലാണ്. വലിയ വലിയ ആർക്കിടെക്റ്റുകളെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ബിനാലയിലാണ്. അപ്പോൾ ബിനാലെ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വേറെ ലോകമാണ്. അപ്പോൾ അതിൻ്റെ പോലെ എൻ്റെ സ്വപ്നങ്ങളിൽ ബിനാലെ ഇല്ല. ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ എന്നിൽ നിന്ന് അകലെയാണ്. അപ്പോൾ ഞാനത് ഷാബാസ്ക്ക് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാജീവേട്ടൻ വളരെ എൻ്റെ എക്കാലത്തെയും വളരെ അടുപ്പമുള്ള, എനിക്ക് ഭയങ്കര ബഹുമാനം, എൻ്റെ ബ്രദറിനെ പോലെ ഒരാളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ രാജീവേട്ടൻ്റെ ഫ്ലാറ്റിൽ സംസാരിക്കുമ്പോൾ ഞാൻ രാജീവേട്ടനെ വർക്ക് ചെയ്യുന്നുണ്ട് 2 സിനിമകളിൽ, മുഴുവനുള്ള സിനിമകൾ അല്ലെങ്കിൽ പോലും കുറച്ച് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമാഗ്രാഫറാണ് രാജീവേട്ടൻ, വേണു സാറ്, ഇവർ രണ്ടുപേരും, ഷജു ഖാലിദ്, സമീറൊക്കെ. അപ്പോൾ രാജീവേട്ടന് ഞാൻ ഈ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു. രാജീവേട്ടന് ഭയങ്കര ഇഷ്ടമായി ആ സീരീസ്. പൊന്നാനി അതുവരെയുള്ള കാഴ്ച, പൊന്നാനി എന്ന് പറയുന്നത് വേറെ കാഴ്ചയാണ്. എന്ന് വെച്ചാൽ പൊന്നാനി ഇവിടെ നമ്പൂതിരിയുടെ, പത്മിനിയുടെ അല്ലെങ്കിൽ ഉറൂബിൻ്റെ, MTയുടെ നോവലുകളിൽ വരുന്ന പൊന്നാനി, അത് വേറെ പൊന്നാനിയാണ്. അപ്പോൾ ഇത് പൊന്നാനിയുടെ ഒരു പക്ക ലോക്കൽ തീരദേശത്തെ ഒരു ജീവിതമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തോ അത് ഇഷ്ടമായി. അപ്പോൾ രാജീവേട്ടനത് കണ്ട് തിരിച്ചിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ രാജീവേട്ടൻ എന്നെ വിളിക്കണം, സുനിലെ, ഞാൻ നിൻ്റെ വർക്കിനെ കുറിച്ച് റിയാസ് കോമുവിനോട് പറഞ്ഞിട്ടുണ്ട്, റിയാസ് കോമുമായിട്ട് നല്ല ബന്ധമാണ്, നീ റിയാസിനെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് റിയാസ് കോമുവിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോഴും പ്രതീക്ഷ ഒന്നുമില്ല ഇല്ല, രാജീവേട്ടൻ പറഞ്ഞിട്ട് ഷാബാസ്കയും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അയച്ചു കൊടുത്തു. ഒരു മണിക്കൂർ കുറച്ച് സമയങ്ങൾക്ക് ശേഷം റിയാസ് ഭായിയുടെ കോൾ വരികയാണ് എനിക്ക്. അത് അദ്ദേഹത്തിന് താല്പര്യമായി. ഞാനത് ക്യൂറേറ്ററെ കാണിക്കട്ടെ, സുദർശൻ ഷെട്ടിയാണ് ക്യൂറേറ്റർ, പിന്നെ കൃഷ്ണമാചാര്യ ബോസായിട്ടും സംസാരിക്കണം. അങ്ങനെ റിയാസ് ഭായ് അത് സുദർശൻ ഷെട്ടി കാണിച്ചു കൊടുത്തു, അദ്ദേഹം താല്പര്യമായി. പെട്ടെന്നായിരുന്നു, അതായത് ആ ബിനാലയുടെ അവസാന സമയത്തായിരുന്നു ഞാൻ കയറിയത്. ആ സമയത്ത് എനിക്ക് രണ്ടുപേരെയും കാണിച്ചു കൊടുക്കാൻ പറ്റിച്ച്
ഷാബാസ് കെയും രാജീവേട്ടനും ത്രൂ ആണ് അപ്രതീക്ഷിതമായിട്ട് ആണ് ബിനാലയിലേക്ക് എത്തിയത്. പക്ഷേ ബിനാലെ എന്നെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട് ബിനാലയിലേക്ക് എങ്ങനെ എത്താന്നുള്ളത്. വർക്കുകൾ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ആ വർക്ക് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ എത്തിയത്. അല്ലാതെ ബിനാലെ സ്വപ്നം കണ്ടിട്ട് വർക്ക് ചെയ്താൽ എത്തണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിൽ ആഴത്തിൽ മനസ്സർപ്പിച്ച് ചെയ്യുക. എന്നോട് പ്രകാശ് വർമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്നോട് മാത്രമല്ല, പുള്ളി എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എത്തും. അങ്ങനെ ഒരു സാധനം. അപ്പോൾ അതേപോലെ ബിനാലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ലോകം മൊത്തം വരികയല്ലേ കൊച്ചിയിലേക്ക്. അത് ചിത്രകാരന്മാരുണ്ടാവും, ശില്പികളുണ്ടാവും, ഫിലിം മേക്കേഴ്സ് ഉണ്ടാവും, എല്ലാ തരം ആളുകൾ വരുമല്ലേ. നമ്മളെ ചിത്രങ്ങൾ ഇങ്ങനെ കാണുമല്ലേ, ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാർ കാണുമല്ലേ. അത് ഇവിടെയുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ. അപ്പോൾ അവരുടെ കാഴ്ചകൾ അതല്ല എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ മാറ്റം. ഞാൻ ബിനാലയിൽ കണ്ട ചിത്രങ്ങളാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബിനാലയിലോ അതിന് മുമ്പത്തെ ആയാലും ഞാൻ അതുവരെ കണ്ട ഇപ്പം നാഷണൽ ജോഗ്രഫിയാണ് എന്നെ അതുവരെ എൻ്റെ ഫോട്ടോഗ്രാഫി അതിനെനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത് ബിനാലെയാണ്. എന്ന് വെച്ചാൽ വർക്ക് കുറച്ചുകൂടി പൊളിറ്റിക്കലാണെന്ന് എനിക്ക് തോന്നി. അതായത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കണം. അതായത് ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിലല്ല ചിത്രങ്ങൾ കാണേണ്ടത്. അങ്ങനെ ചിലപ്പോൾ അത് വേറൊരു ഏരിയയാണ്, വേറെ വഴിയാണ്. പക്ഷെ ഞാൻ ആ വഴിയിൽ നിന്ന് മാറി ചിന്തിച്ചത് ബിനാലെയാണ്. ഞാൻ മഞ്ജുക്കാർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ തേടി പോകാൻ തുടങ്ങി. ഞാൻ എന്തുകൊണ്ട് സിനിമാറ്റോഗ്രഫി എടുത്തില്ല? അപ്പോൾ സിനിമാറ്റോഗ്രാഫി ഞാൻ രാജീവേട്ടനായിട്ടുള്ള എൻ്റെ വർക്ക് സിനിമാറ്റോഗ്രാഫിയിലേക്കുള്ള വഴിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ആളുകളെ മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ ഒരാളാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് അത് ചെയ്യാമെന്ന് എനിക്ക് പറ്റില്ല. ഞാൻ സ്വയമേവ ഉൾവലിഞ്ഞു പോയാണ്. രാജീവേട്ടനൊക്കെ എല്ലാ ഫ്രീഡവും എല്ലാ സ്നേഹവും നമുക്ക് തരുന്ന ഒരാളാണ്, തന്നിരുന്ന ആളാണ്. പക്ഷേ എനിക്കിപ്പോഴും സിനിമാറ്റോഗ്രാഫി ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഏരിയ അതല്ല. എൻ്റെ തീരുമാനം ശരിയായിരുന്നു എനിക്ക് തോന്നി. ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് സുനിലിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് ആരാണ്? അങ്ങനെ ഒരാളെ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ കുറേ പേര് ഇപ്പോൾ കൃഷ്ണകുമാർ തുടങ്ങി, പിന്നീട് ഞാൻ ഈ പറഞ്ഞ എല്ലാവരും, ഇപ്പോൾ രാജീവ് രവി ആയാലും എല്ലാവരായാലും, ഇപ്പോൾ റിയാസ് കോമ്പോ ആയാലും കൃഷ്ണമാചാരി ബോസ് ആയാലും, പിന്നീട് കണ്ടുമുട്ടി പലരും. അങ്ങനെ ഒരാളെ മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോഗ്രാഫിയോ അങ്ങനെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സുനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് ചൂസ് ചെയ്യുക, ആർട്സിലേക്ക് തിരിയുക, അതൊരു വലിയൊരു ഡിസിഷൻ ആയിരുന്നു അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. അപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ടു സ്റ്റാർട്ട് ഓഫ്? ഫാമിലി, ഞാൻ ജനിച്ചത് കുറേ പേരുള്ളൊരു വീട്ടിലാണ്, കുറേ മെമ്പേഴ്സ് ഉള്ള വീട്ടിലാണ്. പക്ഷെ പെട്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വേറൊരു വീട്ടിലേക്ക് മാറേണ്ടി വരും. ഞാൻ എൻ്റെ അച്ഛനായിട്ട് അച്ഛനൊക്കെ ഉള്ള വീട്ടിൽ തന്നെ ജീവിക്കാം ഒക്കെ ചെയ്യുന്ന അപ്പൂപ്പൻ്റെ കൂടെ ആയിരുന്നു അന്ന് കുറച്ചധികം നാൾ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോകും, പക്ഷെ ഞാൻ തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അവിടെ ഞാനൊരു എന്താ പറയുക, എവിടെയോ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഒറ്റപ്പെടലൊക്കെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ എന്നാലും അപ്പോൾ ഞാൻ അതിനെ മറികടക്കാനായിരിക്കണം ഞാൻ വായിക്കുമായിരുന്നു. വായിക്കാന്ന് വെച്ചാൽ വലിയ ഗഹനമായ മറ്റേ വായനകളല്ല, ചിത്രകഥകൾ ഒരുപാട് വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച അതൊക്കെ ഞാൻ വരയ്ക്കുമായിരുന്നു. മതിലും എല്ലാ സ്ഥലങ്ങളും പുസ്തകങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. എൻ്റെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വരകളായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനായാലും ഇളയച്ഛനായാലും അമ്മായിമാരൊക്കെ ആയാലും അവർക്ക് വരയുടെ ഒരു പശ്ചാത്തലം, അവർ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊന്നും അല്ലെങ്കിലും അവരുടേതായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ വരയ്ക്കുമായിരുന്നു. അങ്ങനെ വരയുടെ ഒരു ലോകം അന്ന് എന്നെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്നെ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയച്ഛൻ വരയ്ക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് എന്നെ ആ കുട്ടിക്കാലത്ത് സ്വാധീനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു പശ്ചാത്തലം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എടുത്ത ഫോട്ടോഗ്രാഫ് വിച്ച് മെയ്ഡ് ആൻ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര സന്തുഷ്ടി തോന്നിയ ഏതെങ്കിലും ഒരു പിക്ചർ, അല്ലെങ്കിൽ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്ത പിക്ചർ, അത് ഏതായിരുന്നു ദ ഫസ്റ്റ് വൺ? തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ ഭരണിയിലെ അടുത്ത ചിത്രങ്ങൾ തന്നെയാണ്. ഫ്ലൈമിംഗ് ഫേസ് പോലെയുള്ള, വെളിച്ചപ്പാടിൻ്റെ പോലെയുള്ള ഒരുപാട് നൂറുകണക്കിന് ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ പലതും എനിക്കിപ്പോഴും ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അത് പകർത്തിയത് ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഏത് സമയത്ത് ഞാനത് പകർത്തിയെന്ന് എനിക്കറിയാൻ പറ്റാത്ത, എനിക്ക് ഓർമ്മയില്ലാത്ത ചിത്രങ്ങളാണ്. അതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആവുന്നതിൻ്റെ പേരിലാണത്. നമ്മൾ 100% ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയാൽ നമ്മളെ മറന്നിട്ട് നമ്മളതാവും. അപ്പോൾ എന്തൊക്കെയോ പ്രകൃതി നമ്മളൊപ്പം നിൽക്കും. അത് ക്യാമറയൊന്നും അല്ലത്. അപ്പോൾ അങ്ങനെ എടുത്ത കുറേ ചിത്രങ്ങൾ എന്നെപ്പോഴും. സുനിലൊരു വലിയ ലാലേട്ടൻ ഫാനാണെന്ന് അറിയാം. വളരെ അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലാൽ സാറിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമോ? ലാലേട്ടനെ കുറിച്ച് ഒന്നും മാത്രമല്ല, ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ധന്യ ചെയ്തുള്ള പ്രകാശ് വർമ്മയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ അത് കണ്ടു. ലാലേട്ടനെ കുറിച്ച്
അതിനേക്കാൾ അപ്പുറം ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. എൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാനത് 12 വർഷങ്ങൾ മുമ്പാണ് ഞാൻ ഈ കഥ ആദ്യമായിട്ട് ലാലേട്ടനോട് പറയുന്നത്. ലാലേട്ടന് ഒരുപാട് ഇഷ്ടമായ കഥയാണ്. പക്ഷേ ആ സിനിമ നടക്കാൻ വൈകിയല്ലോ. അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുത്തി ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും 4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ അതിലെ സീനുകൾ പലതും ഓർമ്മയുണ്ട്. വളരെ പ്രധാനപ്പെട്ട സീനുകളും എല്ലാം ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, എല്ലാ ദിവസവും കഥകൾ കേൾക്കുന്ന ഒരാളാണ്. ഭയങ്കര മെമ്മറി പവർ, ഭയങ്കര മെമ്മറിയാണ്. അത് 10 വർഷം കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അതിലെ സീനുകൾ പറയും. അതെങ്ങനെ അതൊരു മാജിക്കാണ്. അത് ഞാൻ പിന്നീട് മനസ്സിലായത്, നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നു, ഇപ്പോൾ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുക. അവിടെ ഞാൻ ലൊക്കേഷനിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു തൊടുപുഴയിൽ. വൈകുന്നേരം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി, കൊടുങ്ങല്ലൂരിലുള്ള ഫ്രണ്ട് വിനോദ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ കിരീടം കണ്ട കഥയൊക്കെ പറഞ്ഞു. അവനായിട്ട് ഇരുന്നിട്ട് ആ പുള്ളി ഭയങ്കരമായിട്ട് കിരീടം കണ്ട് അവസാനം സേതു, അവസാനമല്ല ആദ്യം തിലകൻ അച്ഛനകത്തെല്ലാം പോയപ്പോൾ പുള്ളിക്കാരൻ കയറി അടിക്കടാന്നൊക്കെ പറഞ്ഞൊരു ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പുള്ളി അങ്ങനെ എത്രയോ ആളുകളെ പരിചയപ്പെടും. ഞാൻ പരിചയപ്പെടുത്തി. പിന്നീട് ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് എത്രയോ മാസങ്ങൾ കഴിഞ്ഞു, 1 വർഷത്തോളം ആവാനായി. അതിൻ്റെ പ്രൊമോഷൻ സമയത്ത് എന്നെ കാണാൻ വേണ്ടി ആ ഫ്രണ്ട് വന്നു. ലാലേട്ടൻ അവിടെ ഉണ്ട്. അന്നും ഷൂട്ടിൻ്റെ കൊടും തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ആ ഫ്രണ്ടിനെ കണ്ടപ്പോൾ തൊടുപുഴ വന്ന ഫ്രണ്ടല്ലേ. അതായത് ഒരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ വെറുതെ അല്ല, ആ നിമിഷം ആ മനുഷ്യൻ ആ പരിചയപ്പെടുന്ന ആളെ ആയി. അത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതായാലും, അദ്ദേഹം ഒരാളെ സംസാരിക്കുന്നതായാലും, അദ്ദേഹം കഥ കേൾക്കുന്നതായാലും, അഭിനയിക്കുന്നതായാലും, എന്തായാലും അതിലാണ്, ആ നിമിഷത്തിലാണ് ആൾ. അതിൽ സത്യസന്ധമാണ്. അതിൽ കാപടി, അത് മുഴുവനും മനസ്സ് മുഴുവനും. ഇപ്പം ഞാനൊക്കെ ഷൂട്ട് സമയത്തൊക്കെ പലപ്പോഴും എന്നെക്കൊണ്ട് കഥകൾ പറയിപ്പിക്കും, ഫോട്ടോഗ്രാഫിയുടെ കഥകൾ പറയിപ്പിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പോൾ അതിങ്ങനെ കേട്ടിരിക്കും. നമുക്കറിയാം. അപ്പോൾ മോഹൻലാലൊന്നല്ലത്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം മാത്രമുള്ള സമയത്തായിരിക്കും. അപ്പോൾ ആ മോഹൻലാലല്ല, നമ്മൾ കാണുന്ന മോഹൻലാലല്ല അത് വേറൊരു മനുഷ്യനാണ്. തെളിഞ്ഞ ഒരു എന്താ പറയുക, നമ്മളെ മനസ്സിലൊന്നും അത് ഒരു കൊച്ചുകുട്ടിയെ പോലെയാവും. കൊച്ചുകുട്ടിയെന്ന് വെച്ചാൽ അത്രയും തെളിഞ്ഞ ഒരാളാണ് ആ മനുഷ്യൻ. അദ്ദേഹമായിട്ടുള്ള ഓരോ അനുഭവങ്ങളും എനിക്ക് അങ്ങനെയാണ്. എല്ലാത്തിനും ഭയങ്കര വില കൊടുക്കുന്ന ആളാണ്. അത് ഇയാളാണോ അയാളാണോ അങ്ങനെയൊന്നുമല്ല. പലപ്പോഴും ഷൂട്ടിംഗ് സ്ഥലത്തേ, പ്രത്യേകിച്ച് ഞങ്ങൾ തൊടുപുഴയിലെ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ എടുക്കുക, അവിടെ കുറേ ദിവസങ്ങളുണ്ടായിട്ട് ഷൂട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിനടുത്ത് തന്നെ അമ്മൂമ്മയുണ്ട്. ഞാനും പ്രകാശ് വർമ്മ, ഫർഹാനൊക്കെ കൂടി ഇടയ്ക്ക് പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകും. ഗോകുലൊക്കെ ആയിട്ട് ആ ഡയറക്ടർ, അവൻ എൻ്റെ ഫ്രണ്ടാണ്. ഇതിൻ്റെ ആ ഡയറക്ടർ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ അമ്മൂമ്മ ഇടയ്ക്ക് പറയും, ലാലേട്ടനെ ഒന്ന് കാണണം മോനെ, എനിക്ക് എൻ്റെ മക്കൾക്കും എനിക്കൊക്കെ ലാലിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ കുറേ പറയും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല ഭക്ഷണമാണ് ആ അമ്മൂമ്മ ഉണ്ടാക്കുന്നത്. തൊടുപുഴയിലെ ആ മലയോര ഭക്ഷണം, നോണൊക്കെ ഉണ്ടാക്കും നന്നായിട്ട്. അപ്പോൾ അത് ലാലേട്ടനൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലാലേട്ടനോട് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഒരു ദിവസം ഈ അമ്മൂമ്മ ലാലേട്ടന് കൊടുക്കാനുള്ള ഫുഡായിട്ട് വരുന്നതും, ലാലേട്ടൻ വെറുതെ അത് വെച്ചിട്ട് ലാലേട്ടൻ അവരെ പറഞ്ഞയക്കലേ ചെയ്യുക. അവിടെ ഇരുത്തി അവരുടെ കഥകളെല്ലാം കേട്ട് ആ ഫുഡ് കഴിച്ച് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. ആ അമ്മൂമ്മയെ എത്രയോ ആ അമ്മൂമ്മ ജീവിതത്തിൽ അനുഭവിക്കാത്ത സന്തോഷം കിട്ടിയിട്ടാണ് ആ അമ്മൂമ്മ തിരിച്ചു പോകുന്നത്. അത് അതിൻ്റെ തന്നെ ഷൂട്ട് സമയത്ത് വേറൊരു അമ്മൂമ്മയായിട്ടുള്ള സീനുകളൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു, ആരൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. അങ്ങനെ ഓരോ മനുഷ്യർ, അത് ചെറുപ്പമില്ലാതെ എല്ലാത്തിനോടും ലാലേട്ടൻ അങ്ങനെയാണ്. ഒരുപാട് നിമിഷങ്ങളുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ. എനിക്കങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഗ്രീൻ ആൻഡ് ബേജിൻ്റെ പ്രോഡക്ട്സ് ആണ്. ഇതിനകത്ത് ഒരു ഡീപ്പ് ഫേസ് മോയ്സ്ചറൈസറും കൂടിയുണ്ട്. അപ്പോൾ വെയിലത്തൊക്കെ അലഞ്ഞ് തിരിഞ്ഞ മനുഷ്യരല്ലേ, കുറച്ച് സ്കിൻ കെയർ ഒക്കെ. താങ്ക് യു സോ മച്ച് സുനിൽ. ഞാനപ്പോൾ തീരുമാനം അടുത്ത ഇന്റർവ്യൂ ആയിട്ട് വരാം. തീർച്ചയായിട്ടും. അപ്പോഴത്തേക്കും അടുത്ത സിനിമ ഇറങ്ങും തോന്നുന്നു അല്ലേ? ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യോ? സാധ്യത അറിയില്ല, നോക്കാം. താങ്ക്സ് ഫോർ കമ്മിങ്.